ഡോക്ടർ രാംദർശ് മിശ്രയുടെ മനോഹരമായ കവിത ഫൂൽ അല്ലെങ്കിൽ പൂക്കൾ. കവിതയിൽ പ്രകൃതിദത്തവും കൃത്രിമത്വവും തമ്മിലുള്ള വ്യത്യാസം ചിത്രീകരിച്ചിരിക്കുന്നു. വിപണിയിൽ പ്ലാസ്റ്റിക് പൂക്കളുകൊണ്ട് അലങ്കരിച്ച മനോഹരമായ ഒരു ഉദ്യാനമുണ്ട്. എന്തൊരു മനോഹരമായ നിറമാണ് അവയ്ക്കെന്ന് കവി ചോദിക്കുന്നു. കാലം തെറ്റി വസന്തം വന്നതുപോലെ. ഈ പ്ലാസ്റ്റിക് പൂക്കളുടെ ഗുണങ്ങളെക്കുറിച്ചാണ് കവി അടുത്തതായി പറയുന്നത്. മണ്ണ് വേണ്ട, മണ്ണ് കിളക്കേണ്ടതിൻ്റെ പ്രശ്നവുമില്ല. വളം വേണ്ട, വെള്ളം വേണ്ട, കിളികളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതില്ല, കാലാവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. എപ്പോഴും ഒരേ ഭാവത്തോടെ പൂത്തു നിൽക്കുന്ന ഈ പൂക്കളെ കവി ഏറെ നേരം നോക്കി നിന്നു. അപ്പോഴാണ് കണ്ണുകളിൽ തറച്ചു കയറുന്നത് പോലെ തൻ്റെ മുറ്റത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂക്കൾ തെളിഞ്ഞു വന്നത്. വീട്ടിലെത്തിയ ഉടനെ അവയെ പിഴുതെറിയുകയാണ് കവി ചെയ്യുന്നത്. വിപണിയിലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പൂക്കൾ കൊണ്ട് വീടിൻ്റെ അകത്തളങ്ങൾ അലങ്കരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, കാലങ്ങൾ കടന്നുപോയി. വീട് മുഴുവൻ ഒരേപോലെയുള്ള ഈ നിറങ്ങളിൽ മുങ്ങിക്കിടന്നു. കാറ്റ് കവിയോട് ചോദിച്ചു. കാറ്റിന് ഗന്ധം വേണം. കവി മിണ്ടാതിരുന്നു. തേനീച്ചകളും കവിയോട് ചോദിച്ചു. അവർക്ക് തേൻ വേണം. പക്ഷേ കവി ഒന്നും പറഞ്ഞില്ല. പൂമ്പാറ്റകൾ കവിയോട് ചോദിച്ചു. അവർക്ക് കോമളമായ സ്പർശം വേണം. കവി ഇതിനും ഉത്തരം പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തോട് ചോദിച്ചു. പൂജയ്ക്കായി പുഷ്പങ്ങൾ വേണം. അതിനും കവി ഉത്തരം പറഞ്ഞില്ല. കവിയുടെ ഭാര്യ തലയിൽ പൂ ചൂടാൻ വേണ്ടി പൂ വേണമെന്ന് പറഞ്ഞു. കവി ഒന്നും മിണ്ടാതിരുന്നു. എന്നാൽ തൻ്റെ കുഞ്ഞ് പൂവ് കാണണമെന്നും പൂക്കളെ തിരിച്ചറിയാൻ വേണ്ടിയുമാണെന്ന് പറഞ്ഞപ്പോൾ കവിക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയവേദനയോടെ അദ്ദേഹം ഉറക്കെ കരഞ്ഞു. ഞാൻ എന്താണ് ഈ ചെയ്തത്? തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പൂക്കളെ തിരിച്ചറിയാനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം എല്ലാ പ്ലാസ്റ്റിക് പൂക്കളും പിഴുതെറിഞ്ഞ് മൺവെട്ടിയെടുത്ത് തൻ്റെ മുറ്റത്തേക്കിറങ്ങി മണ്ണുമായി വീണ്ടും ചേരാൻ തുടങ്ങി. മണ്ണ് പുഞ്ചിരിച്ചു, കാറ്റ് പൊട്ടിച്ചിരിച്ചു, വെള്ളം കലകല ശബ്ദത്തോടെ പാട്ടുപാടാൻ തുടങ്ങി.